ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈവനിങ് അതുപോലെ ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കാനായിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തത്. അതുപോലെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർക്കുന്നില്ലെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളമോ പാലോ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കുക. ഞാൻ ഇതുപോലുള്ള റെസിപ്പിയിലൊക്കെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാതെ നോർമൽ ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം പഞ്ചസാരയും ഈസ്റ്റും കൂടെ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ജസ്റ്റ് ഒന്ന് ബട്ടർ മിക്സ് ആയാൽ മാത്രം മതി. പിന്നെ അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ നല്ലോണം മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൈദയും ഈ ഒരു മിൽക്ക് മിക്സും കൂടെ ചേർത്തിട്ട് ഈസ്റ്റൊക്കെ ചേർത്ത് ഈ ഒരു മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോർമൽ ഒരു പാത്രത്തിലാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി എടുക്കുക. പിന്നെ ഇതിൻ്റെ ഡോ എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ അത്രയും ടൈറ്റായിട്ടുള്ള ഡോ അല്ല കേട്ടോ. കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഇച്ചിരി ലൂസായിട്ടുള്ള ഡോ തന്നെയാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ഈസ്റ്റും പാലും കൂടെ ഒക്കെ ചേർത്ത് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ ബട്ടർ 2 ടേബിൾ സ്പൂണും ഒന്നിച്ച് ആ പാലിലോട്ട് ചേർക്കണമെന്നില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ കുഴച്ചെടുത്തിട്ട് അവസാനം ബട്ടറൊക്കെ കുറേശ്ശേ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ച് കയ്യിൽ ബട്ടറോ എണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഫുഡ് പ്രോസസ്സറിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട് ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എണ്ണയോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ മൂടി വെച്ചിട്ട് ഇത് ഡബിൾ സൈസ് ആകുന്നത് വരെ മാറ്റി വെക്കണം. ഡബിൾ സൈസായി കിട്ടണം കേട്ടോ. എന്നിട്ടേ നമ്മൾ ബാക്കി പരിപാടി ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്ത് തന്നെ വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു ഓവന് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചാലും മതി. 1-2 മണിക്കൂറൊക്കെ മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് സവാള അരിഞ്ഞത് 2 സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചിക്കനും പച്ചമുളകും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല, എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള സവാള. അതുപോലെ ഒരു 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക്കും ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒന്നിച്ച് തന്നെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്തതാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മളിങ്ങനെയുള്ള മസാലയൊക്കെ റെഡിയാക്കുമ്പോൾ. അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ഗരം മസാല പൗഡറും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പച്ചമുളകിന് പകരം കുരുമുളക് പൊടിയോ
അല്ലെങ്കിൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്ത് വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, ക്യാരറ്റൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതോ ഗ്രേറ്റ് ചെയ്തതോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചെറിയ തീയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വേവിച്ചെടുത്ത ചിക്കനാണ്. വേവിച്ച് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. ഒരു 150 ഗ്രാമോളം ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ച് ഇങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് 1 കപ്പോളം വരും 150 ഗ്രാം ചിക്കന് ഇതുപോലെ ചിക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ മസാല. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ കൂടുതൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് 1.5 മണിക്കൂറോളം. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ സൈസായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല വീര്യമുള്ള ഈസ്റ്റാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും. അല്ലെങ്കിൽ 2 മണിക്കൂർ വരെ സമയമെടുക്കും. അതിനേക്കാൾ കൂടുതൽ നമ്മൾ എത്ര വെച്ചിട്ട് കാര്യമില്ല. കുറേ പഴക്കമുള്ള ഈസ്റ്റാണെങ്കിൽ ഒട്ടും പൊങ്ങി വരില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷായിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ പരത്താം. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഡിന്നർ റോള്, ബ്രെഡ്, അതുപോലെ പിസ്സ ഡോ, പിന്നെ ഡോണട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം സെയിം മാവിൽ തന്നെ. പിന്നെ ഇത് നമ്മൾ കുറച്ച് മൈദ തൂക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ ഡബിൾ സൈസായി കിട്ടണം മാവ്, എന്നാലേ പെർഫെക്റ്റ് ആകൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ചെറിയ 2-3 പീസ് മൊസറല്ല ചീസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. വേണമെങ്കിൽ മൈദ പേസ്റ്റ് കൊണ്ട് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും റോൾ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഒട്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് നമ്മളിതുപോലെ ആക്കിയെടുക്കുക എല്ലാ മാവും. അപ്പോൾ എല്ലാ മാവും ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക. പിന്നീട് 10 മിനിറ്റ് മാറ്റി വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഫുള്ള് മാവ് ഇതാക്കിയെടുക്കുമ്പോഴേക്കും ഓൾറെഡി 10 മിനിറ്റ് കൂടുതലാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ള് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അളവിൽ 10-15ഓളം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 15 എണ്ണം എന്തായാലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്കിത് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളിങ്ങനെ ഈസ്റ്റൊക്കെ ഇട്ട് പൊങ്ങി ഉള്ള മാവായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവല്ലേ. അപ്പോൾ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കി എടുക്കുക.
അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.